പാചകം ഒരു കലയാണ്. പക്ഷേ അത് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, തൃപ്തിയോടെ ചെയ്യുന്നവർക്ക്. അല്ലാത്ത പക്ഷം പാചകം ഒരു കൊലയാണ്. സ്വന്തമായിട്ടുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് കൊല ചെയ്യപ്പെടുന്നു. നമസ്കാരം. വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. സന്തോഷത്തോടെ ചെയ്യുന്നവർക്ക് പാചകം ചെയ്യുന്നത് കാണാൻ തന്നെ ഒന്നൊന്നര കലയാണ്. എൻ്റെ കെട്ടിയോൻ ഇടയ്ക്ക് ബെറോട്ട ഉണ്ടാക്കി മുകളിലോട്ട് കറക്കി വിടുന്ന ഒരു കറക്കമുണ്ട്. നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിട്ട് കുടമാറ്റം പോലെ ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ അതിശയത്തിൽ കറക്കി വിട്ട 4 ബെറോട്ട ഇതുവരെ താഴോട്ട് വന്നിട്ടില്ല. ചോദിച്ചപ്പം പറയണു, ഞാൻ ഉണ്ടാക്കിയത് റുമാലിയ റൊട്ടിയാണ്. ചിലപ്പോൾ അത് മറ്റേ റോമിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരുള്ളൂ ആയിരിക്കും. ഞാനും എൻ്റെ മക്കൾ 2 മണിക്കൂറാണ് അത് വിശ്വസിച്ച് മേളിലോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചെറുക്കൻ മാനത്തോട്ട് പോയി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും അവൻ പ്ലെയിൻ കാണാൻ പോകണമെന്ന്. അവൻ്റെ അച്ഛൻ കറക്കി വിട്ട ബൂമറാങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പറയും, ഇവർക്ക് എപ്പോഴും ഭക്ഷണം, അടുക്കള, കെട്ടിയോ, കുട്ടിയോള് ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്ന്. ഇതൊക്കെ ഒന്ന് തീർന്നാലല്ലേ വെളിയിലത്തെ സബ്ജക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ കാണ്ടമായിട്ട് കിടക്കണല്ലേ. അല്ല, വീട്ടമ്മമാർക്കറിയാം. ഇത് തന്നെ പറയാൻ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. പറഞ്ഞു വന്നത് ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നതിനെ പറ്റി. ആണുങ്ങൾ അടുക്കളയിൽ കയറൂലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കയറും. അവരടുക്കളയിൽ കയറുമ്പോൾ മേസ്തിരിക്ക് മെക്കാട് പോലെ നമ്മളും കൂടെ അങ്ങ് കയറിയേക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 1 മാസത്തേക്ക് കരുതി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ, ഉപ്പ്, മുളകുപൊടി, മല്ലിപ്പൊടി, ജീരകം, കടുക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് പുഴുങ്ങിയെടുത്തിട്ടൊരു നിപ്പുണ്ട്. ഏതാണ്ട് ഇരട്ടപ്രസവം ഒറ്റയ്ക്ക് എടുത്തിട്ട് നിൽക്കണം വയറ്റാട്ടിയെ പോലെ. ഇത് ഞാൻ പറഞ്ഞേന് എനിക്ക് കിട്ടിയ പൊങ്കാല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അവളുടെ കെട്ടിയോൻ ആണല്ലേ ഇരിക്കും. അവളുടെ കെട്ടിയോൻ അടുക്കളയിൽ കയറാത്തതിന് ബാക്കിയുള്ളവരെന്ത് പിടിച്ച് ഇവൾ ആണുങ്ങളെ കണ്ടിട്ടില്ല. ഈ കമൻസൊക്കെ ഞാൻ ഉറക്കെ വായിക്കുമ്പോൾ എൻ്റെ പാവം പിടിച്ച കെട്ടിയോൻ അപ്പോഴും അടുക്കളയിൽ കിടന്ന് മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസം അല്ലേ. ഈ പറഞ്ഞതെല്ലാം ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമാണല്ലേ. നമുക്കറിയാം, ഒരു കാറ്ററിംഗ് നടത്തണമെങ്കിലോ ഒരു ഹോട്ടൽ നടത്തണമെങ്കിലോ എന്തിന് ഒരു കല്യാണ സദ്യ വരെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചേട്ടന്മാരുടെ പങ്ക് പറയാതെ വയ്യ. ആ പാത്രം കഴുകണ സ്ഥലത്ത് 1 or 2 ചേച്ചിമാരെ തല കണ്ടാലായി. ഈ പാചകത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒഴിച്ചുവിടാനാവാത്ത നമ്മുടെ പ്രവാസി ആങ്ങളമാരുടെ കാര്യം തന്നെ. അവരൊക്കെ ഒരു കറി വെച്ചുണ്ടല്ലോ ഒരാഴ്ച വരെ കേട് കൂടാതെ അവിടെ ഇരിക്കും. ഒരു മീൻ കറിയോ ചിക്കൻ കറിയോ ഒക്കെ വെച്ചിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ എങ്ങാനും കേടായ നിന്റെ തല അഴിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെക്കുന്നത് പോലെ നമുക്ക് തോന്നും. അവരൊരു സാമ്പാർ വെച്ചാൽ കലക്കിയെടുത്ത സാമ്പാർ, തെളിച്ചെടുത്ത രസം. പക്ഷെ ഇതിനൊക്കെ മുടിഞ്ഞ രുചിയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ചായപ്പൊടി ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും ഇടുന്നുണ്ടെന്നാണ്. പക്ഷേ ഈ പാചകത്തിൻ്റെ കാര്യത്തിൽ വീട്ടമ്മമാരെ പ്രത്യേകം എടുത്തു പറയുന്നത് അതൊരു മാജിക്കാണ്. ശൂന്യതയിൽ നിന്ന് വരെ ഒരു കറി ഉണ്ടാക്കാൻ വീട്ടമ്മമാർ വിചാരിച്ചാൽ പറ്റും. 1 കിറ്റ് പച്ചക്കറി വാങ്ങിച്ചാൽ അതിൽ എത്ര കറി വെക്കണമെന്നും 1 കുപ്പി വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ വിത്ത് തലയിൽ തേപ്പ് എത്ര നാൾ വരെ കൊണ്ടുപോകണമെന്നും ഇവർക്കൊരു കണക്കുണ്ട്. അല്ലാതെ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒറ്റ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് കയ്യടി വാങ്ങിക്കുന്നവരല്ല വീട്ടമ്മമാർ. ആണുങ്ങളുടെ പാചകം ഒരു അഭിമാനവും പെണ്ണുങ്ങളുടെ പാചകം ഒരു കരുതലുമാണല്ലേ. അതൊക്കെ പോട്ടെ, നമ്മൾ വീട്ടിൽ മീൻകറി വെക്കുമ്പം ചട്ടിയുടെ അടിയിലെങ്ങാനും ഇത്തിരി പിടിച്ചാൽ ഉടനെ പുക ചുവച്ചിട്ട് നിൽക്കാൻ വയ്യ, എന്തൊരു ടേസ്റ്റാണ്, ഒരു വായി വെക്കാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ വല്ല ഹോട്ടലിലും പോയാൽ അവർ പുകയോടെ ചട്ടിയോടെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഓഹോ, അതെല്ലാം സഹിക്കാം. ഭാര്യയെ പെണ്ണ് കാണാൻ പോകുമ്പോഴത്തേക്ക് നല്ല മുടിയുള്ള പെണ്ണിനെ വേണമെന്ന് പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് വന്ന് ഉപ്പുമാവ് കിട്ടിക്കൊടുത്തപ്പോഴത്തേക്ക് ഒരു മുടി കിട്ടിയതിന് എന്നെ ഇനി പളനി കൊണ്ടുപോയി മുട്ടയടിച്ചില്ലെന്നേ ഉള്ളൂ. ഇത് വല്ല ഹോട്ടലിലും ആയിരുന്നെങ്കിൽ പകുതി വേവിച്ച മാംസം വിത്ത് കോയത്തൂവലോടെ കിട്ടിയാലും ഇവർ വാവുകൊണ്ട് പറയില്ല. കാരണം ഇവർ വിചാരിക്കണം ഇനി വല്ല ഉണക്കമുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് വല്ല ഗാർണിഷ് ചെയ്ത് വെച്ചതാണോ എന്ന്. അപ്പോൾ താടിയുള്ള അപ്പനെ പേടിയുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കണ വാർത്ത എന്താണെന്നറിയോ? ഭർത്താവ് വന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കിന്ന് പുറത്തൊന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നത്. മറ്റേ ബെൻസ് പറയുന്ന പോലെ മുറ്റത്ത് 2 കസേരയും പിടിച്ചിട്ട് കഴിക്കണ കഴിപ്പല്ല. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ചില ഹോട്ടൽസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം വരുമല്ലേ. അമ്മായിയും അടുക്കളയും, കപ്പയും കാന്താരി, പുട്ടും മട്ടനും പിന്നെ കട്ടനും, അച്ചായൻ്റെ പഴങ്കഞ്ഞിക്കട, കലം ബിരിയാണിയും ചട്ടിച്ചോറും, പ്രോൺസ് ആൻഡ് ക്രാബ്സ്. ഏറ്റവും രസം അമ്മായിയുടെ പത്തിരിയും മട്ടൻ ചാപ്സ്. അത് ചവിട്ടിക്കുഴച്ചുണ്ടാക്കണതോ ബംഗാളി മാമന്മാർ. അതിൻ്റെ അകത്ത് കയറിയിരുന്ന ഫുഡിൻ്റെ മെനു ഒക്കെ ഒന്ന് കാണണം. മുളകിട്ട തലക്കറി, എന്തിൻ്റെ തലയാണെന്ന് മാത്രം ചോദിച്ചു കളയരുത്. പിന്നെ കടലിലെ ഞണ്ടും കൊഞ്ചും വിത്ത് മുടിഞ്ഞ ടേസ്റ്റെന്ന്. വായി വെച്ചാൽ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് തിന്ന മാതിരി മണവും ഇല്ല ഗുണവും ഇല്ല. ഈ കടലിലെ കുറച്ച് വെള്ളമെങ്കിലും കോരി വെച്ചിരുന്നെങ്കിൽ ഇത്തിരി ഉപ്പ് രസമെങ്കിലും ഉണ്ടാവൂലായിരുന്ന. കോഴി നിർത്തി പൊട്ടിത്തെറിപ്പിച്ചത്. ഭാഗ്യവന്മാർ കോഴി മുട്ടയിടുന്ന സമയത്ത് കാണാത്തത്. ഈ പാചകത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയണ ആരെന്നറിയോ? അത് ഈ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കാണിക്കുന്ന യൂട്യൂബർമാരാണ്. വെറും 2 ചേരുവകൾ കൊണ്ട് 10 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ വിഭവമൊന്നും. ആ 2 സാധനം നമ്മൾ ആമസോൺ കാർഡിൽ തിരക്കിയാലും കിട്ടൂല.
ഇനി അതിലൊക്കെ ഇടുന്ന മറ്റേ ചപ്പ് ചവറുകാരൊന്നും അവർ പറയൂല. എന്തിനു? ഉപ്പിടാൻ പോലും അവർ പറയൂല. വെക്കം, മാനം, സൂട്, സൊറൈ വല്ലതും ഉണ്ടെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ നമ്മൾ തന്നെ അങ്ങ് ഇട്ടോണം. പിന്നെ 10 മിനിറ്റിൻ്റെ കാര്യം, അതിന് വേണ്ട സവാള തൊലി കളയാൻ വേണം നമുക്ക് 15 മിനിറ്റ്, വിത്ത് കണ്ണീര് തുടയ്ക്കാൻ 4 കൈ. ഈ സ്ലാങ് പ്രശ്നം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പാചകത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം. അതും വടക്കോട്ടുള്ള അമ്മായിയമ്മയ്ക്ക് കിട്ടണ തെക്കോട്ടുള്ള മരുമകളുടെ ഒരു കാര്യം. നമ്മൾക്കൊക്കെ ഈ ഉപ്പേരി എന്ന് പറഞ്ഞാൽ എന്തോന്ന്, സദ്യയുടെ അറ്റത്ത് ഇലയുടെ അറ്റത്ത് വയ്ക്കുന്ന മറ്റേ മധുരമുള്ള സാധനമല്ലേ. ഇവർക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മളെ മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടി, എന്ത് നല്ല പേര്. അത് പറഞ്ഞാൽ പോരെ. ഒരു ദിവസം ഞാനും എൻ്റെ അമ്മായിയമ്മയും കൂടെ അടുക്കളയിൽ നിന്ന് അച്ചാർ വെച്ചോണ്ടിരുന്നപ്പം മക്കളെ കഴിയുമ്പോൾ സുറുക്ക ഒഴിയെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് കുളിക്കാൻ പോയി. ഈ സുറുക്ക എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു തിരുവനന്തപുരംകാരിയുടെ മരണപ്പാച്ചിൽ നിങ്ങൾ കാണണമായിരുന്നു. ഒഴിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് വെള്ളം പോലത്തെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. ഞാൻ ആ വീട്ടിലെ സകല എണ്ണയും ഒഴിച്ച്, ഇനി മണ്ണെണ്ണ മാത്രമേ ഒഴിക്കാനുള്ളൂ, അത് മണം കാരണം ചോദിച്ചിട്ട് ഒഴിക്കാമെന്നും പറഞ്ഞിരുന്നു. ഇനി വേറെ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ചു ഗൂഗിളിൻ്റെ അടുത്ത് അടിച്ചു നോക്കി. ഗൂഗിൾ ചേട്ടാ ഈ സുറുക്ക എന്താണ്? അപ്പം ആ സകലകല വല്ലഭൻ സുറുക്കടിക്ക മുക്ക മുഖം മേടേ മരിക്കൊഴുന്തേന്ന് പാട്ടിട്ട് തന്നു. തെക്കൻ കളരിമുറയിലെ എല്ലാ അടവും മാറ്റി വെച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ്മ ഈ സുറുക്ക എന്തെന്ന്. ഉടനെ അമ്മ, ഓ ഈ സുറുക്ക എന്തെന്ന് അറിഞ്ഞൂടെ, അയ്യേ ഈ സുറുക്ക എന്തെന്ന് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് നേരെ ഷെൽഫ് തുറന്ന് വിനാഗിരി എടുത്ത് കയ്യിൽ തന്നിട്ട് പോയി. വിനാഗിരി ഹൈനാണ്. ഈ സ്ലാങ്ങും പാചകവും തമ്മിൽ പ്രശ്നം വരുന്ന പോലെ തന്നെയാണ് ഈ ജില്ല തിരിച്ചുള്ള പാചകം. അതിലും പ്രത്യേകിച്ച് സദ്യ, കല്യാണ സദ്യ. പൊതുവേ ഒരു പറച്ചിലുണ്ട്, തിരുവനന്തപുരത്തുള്ള സദ്യയാണ് കുറച്ച് മികച്ചതെന്ന്. അതാരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയും. പക്ഷേ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ സദ്യയ്ക്ക് വിളമ്പാൻ നിൽക്കുന്ന ചേട്ടന്മാർ ഈ ട്രാക്കിൽ ഓടാൻ നിൽക്കുന്ന ഷൈനി വിൽസണയൊക്കെ പോലെ ജില്ലെന്നങ്ങ് നിൽക്കണം. സദ്യ എല്ലാം ഒരുക്കി വെച്ചിട്ട് സദ്യ കഴിക്കുള്ള ആ ഹാള് തുറക്കണ ഒരു രംഗമുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഡാം തുറക്കണമല്ലേ, ഒരു മലവെള്ളപ്പാച്ചിലാണ്. പിന്നെ നമ്മൾ കാണുന്ന അത്രയും CID മൂസല ബിന്ദു പണിക്കരെയാണ്. അതെടുക്കണോ ഇതെടുക്കണോ അവിടെ ഇരിക്കണോ ഇവിടെ ഇരിക്കണോ. വല്ല വിധേനെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നിട്ട് 2 ചിപ്സ് എടുത്ത് വായി വയ്ക്കുമ്പോൾ നല്ല ആവി പറക്കണ ചോറ് വരും. പുറകെ പരിപ്പും 2 തുള്ളി നെയ്യും കൂടെ. കൈ പൊള്ളിയില്ല മട്ടിൽ അതിനിങ്ങനെ കുഴച്ച് പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് ഉരുട്ടി എടുക്കുമ്പോഴത്തേക്കും ദാ വരണം 2ാമത്തെ ചോറ്. പിന്നെ കൈ കൊണ്ട് അങ്ങോട്ട് വഹിച്ച് മാച്ച് 2ാമത്തെ ചോറ് മാഞ്ച് സാമ്പാർ ഒഴിച്ച് കുറച്ച് അവിയലും കൂടെ എടുത്ത് തിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ദാ വരണം അടപ്പായസം. പിന്നെ നേരെ അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടപ്പായസം ഒഴിച്ച് ഒരു രസകത്തിൽ പഴം എടുത്ത് തൊലിയൊക്കെ ഉരിച്ചിട്ട് ഒന്ന് ആഞ്ഞ് ഞവിടി വരുമ്പോഴത്തേക്കും ദാ വറുത്ത് കടലപ്പായസം. ഈ 2 പായസവും കൂടെ ചേർന്നതുകൊണ്ട് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റണില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ദാ പറഞ്ഞ് ടാർപ്പാളം പോലെ തിരുവനന്തപുരത്തിൻ്റെ മാത്രം പ്രത്യേകത ബോളി വിത്ത് സേമിയ പായസം. അതും കൂടെ കുഴച്ച് കയ്യൊക്കെ ഒന്ന് കാണണം. കുഴച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വരും ചോറ്, പുളിശ്ശേരി, രസം, മോര്. ഇതെല്ലാം കൂടെ വല്ലവിധേനയും കയറ്റിയിട്ട് എൻ്റെ പൊന്നെ, തിരുവനന്തപുരത്തിന് സദ്യ കഴിക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു ഫുൾ ഇല കൊടുക്കണം. ഈ നീക്കി വെച്ചത് സദ്യ കഴിഞ്ഞിട്ട് ആ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തുമ്പി തുള്ളൽ കഴിഞ്ഞാൽ അത്തത്തട്ട് പോലെ കഴിച്ചിട്ട് എണീറ്റ് മറ്റേ ദീപശിഖ ഏന്തിയതുപോലെ ഒരു പോക്കുണ്ട്. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ചേട്ടന്മാർ ഓരോ നാരങ്ങയും കൂടെ തരും. അതെന്തായാലും ഉപകാരമായി. കാരണം എല്ലാം കൂടെ കയറ്റിയിട്ട് അടപ്രഥമൻ്റെ രൂപത്തിലൊക്കെ വാൾ വെക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാരങ്ങ മണപ്പിച്ച് വീട് വരെ എത്തിയിട്ട് പായ എടുത്തിട്ടിട്ട് ഒരു കിടത്തുണ്ട്. ആഹാ, അന്തസ്. ഇനി വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഐറ്റംസ് എത്ര വേണമെങ്കിലും നമുക്ക് തരും. സത്യം, പാലട പ്രഥമമൊക്കെ 10 ഗ്ലാസ് വരെ തരും. 11ാമത്തെ ഗ്ലാസ് തരുമോ എന്നുള്ളത് കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നാണോ മാനോ വെക്കോന്നും ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് ചോദിച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇനി കൊല്ലത്തും കോട്ടയത്തൊക്കെ കല്യാണത്തിന് പോയാൽ പപ്പടത്തിന് വരെ അരിയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലവൻ്റെ വായിരിക്കണം പപ്പടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ കൊല്ലണ്ടേ. ഇത്രയും പാചകം അടിച്ചല്ലേ, ചെറുതായിട്ട് വിശക്കണം. പാചകം ഞാൻ അടിച്ച സ്ഥിതിക്ക് പാചകമെങ്കിലും ഈ വീട്ടിൽ ആരെങ്കിലും ഒന്ന് ചെയ്തു തന്നിരുന്നെങ്കിൽ. അല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾക്ക് പാചകവും ഒക്കെ നമ്മുടെ ഒരു മാസ്റ്റർ പീസ് അല്ലേ. ഇനി ചേട്ടന്മാർക്കും മക്കൾക്ക് കേൾക്കാൻ വേണ്ടി ഒരു സീക്രട്ട് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ വീട്ടിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അമ്മയെയും ഭാര്യയൊക്കെ തണുപ്പിക്കാൻ ഒരു ചെറിയ സിമ്പിൾ ടെക്നിക്കേ ഉള്ളൂ. അവരുണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അതിന് എത്ര ഉള്ളൂല്ലെങ്കിലും ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൂണും കൂടെ കൂടുതൽ കഴിക്കുക. എന്നിട്ട് പോണ പോക്കിൽ ആ പ്ലേറ്റ് കൊണ്ട് ഒന്ന് വൃത്തിയായിട്ട് കഴുകി വയ്ക്കുക. വെരി സിമ്പിൾ, ഒന്ന് പരീക്ഷിക്കുക.